നമസ്കാരം. കൗണ്ടർ പ്രസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അർജന്റീന ഓസ്ട്രിയ മത്സരത്തിനെ കുറിച്ചിട്ടാണ്. 2-0 എന്നുള്ള സ്കോർ ലൈനിൽ സാക്ഷാൽ മെസ്സി ഒരു ബ്രേസ് നേടിക്കൊണ്ട് അർജന്റീന ഒരു വിജയം കൈവച്ചിരിക്കുകയാണ്. അതിന്റെ അനാലിസിസിലേക്ക് നമുക്ക് ഡയറക്റ്റ് കടക്കാം. ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഓസ്ട്രിയനെയാണ് നമുക്ക് ആദ്യം തന്നെ കാണാൻ കഴിഞ്ഞത്. ഒരു ബേസ് ബാക്ക് 3 എന്നുള്ള രീതിക്ക് അർജന്റീന ബിൽഡ് ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റിയിരുന്നു. ഈ രണ്ട് സെന്റർ ബാക്സും അതിനിടയ്ക്ക് ഒരു മിഡ്ഫീൽഡറും ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് ഒരു ബാക്ക് 3 ക്രിയേറ്റ് ചെയ്യാനായിട്ട് അർജന്റീനയ്ക്ക് ഈ ഒരു അഗ്രസീവ് ഓസ്ട്രിയക്കെതിരെ സാധിച്ചിരുന്നു. അഗ്രഷൻ വിത്തൗട്ട് സ്ട്രക്ചർ ഈസ് കെയോസ് എന്ന് പറയപ്പെടും. അത് തന്നെയാണ് ഓസ്ട്രിയയ്ക്ക് അർജന്റീനയ്ക്കെതിരെ ആദ്യ മിനിറ്റുകൾ സംഭവിച്ചത്. കാരണം ഇങ്ങനൊരു മാൻ ടു മാൻ സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരു പ്ലെയർ ബീറ്റൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റു പ്ലെയേഴ്സ് അവരുടെ നാച്ചുറൽ പൊസിഷനിൽ നിന്നിട്ട് ഡ്രാഗ്ഡ് ഔട്ട് ആവും. ഈ ഒരു 4-4 ഷേപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസിൽ, അതായത് ആ ഒരു മിഡിൽ 2 എന്നുള്ളത്. ആ ഒരു മിഡിൽ 2 പുറത്തേക്ക് ഡ്രാഗ്ഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ സെൻട്രൽ ചാനൽസിൽ സ്പേസസ് ഓപ്പൺ അപ്പ് ആവാൻ തുടങ്ങും. ഓസ്ട്രിയ അവരുടെ അപ്രോച്ച് അഗ്രസീവ് ആയതിനാൽ ഒരുപാട് പ്ലേയേഴ്സ് ബോളിനോട് അട്രാക്റ്റഡ് ആയി വന്നു. ഇത് അർജന്റീനയ്ക്ക് ഓപ്പോസിറ്റ് സൈഡിൽ സ്പേസും ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി നൽകി കൊടുക്കുന്നു. അതിലേക്ക് എങ്ങനെയാണ് അർജന്റീന എത്തുന്നത്? സാക്ഷാൽ മെസ്സിയിലൂടെയാണ്. ലിങ്കപ്പിനും പ്ലേയേഴ്സിനെ അട്രാക്ട് ചെയ്യാനും പേര് കേട്ടിട്ടുള്ള ലയണൽ മെസ്സി തൻ്റെ ലിങ്കപ്പ് പ്ലേയിലൂടെ സ്വിച്ചസ് നടത്തുന്നു. എന്നിട്ട് ഓപ്പോസിറ്റ് ഫ്ലാങ്കിൽ സ്പേസസ് കണ്ടെത്താണ്. ആ സ്പേസിൽ നിന്ന് കൊടുക്കുന്ന ത്രൂ പാസിനാണ് ലോട്ടാറോ മാർട്ടിനസ് അർജന്റീനയ്ക്ക് പെനൽറ്റി നേടി കൊടുക്കുന്നത്. അർജന്റീനയെ സംബന്ധിച്ചിട്ട് അവരുടെ വെർട്ടിക്കാലിറ്റി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന അർജന്റീനയുടെ അറ്റാക്കിംഗ് ലൈനിലുള്ള പ്ലെയേഴ്സ് വെർട്ടിക്കലായിട്ട് പിച്ചിനെ സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളത് അവരുടെ പ്രിൻസിപ്പിൾസിന്റെ ഒരു ഭാഗമാണ്. ഇതിനാൽ തന്നെയാണ് മെസ്സിയും അർജന്റീനൻ ടീമിലേക്ക് വരുമ്പോൾ ഇത്രത്തോളം ഡേഞ്ചറസ് ആവുന്നത്. അർജന്റീനയുടെ മറ്റു പ്രൊഫൈൽസ് ഇൻ ബിഹൈൻഡ് റണ്ണുകൾ നടത്തുമ്പോൾ മെസ്സിക്ക് അവിടെ സ്പേസ് വരുന്നു. ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ ലോകത്തിലെ ഏറ്റവും മികച്ച പ്ലെയർ അർജന്റീനയ്ക്ക് ഉണ്ടെന്നുള്ളതാണ് അവരുടെ കരുത്ത്. ഇതേ ഒരു പാറ്റേൺ തന്നെ നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ അൽജീരിയക്കെതിരെ ഗോൾ നേടിയത് അങ്ങനെയായിരുന്നു. ഈ മത്സരത്തിൽ അർജന്റീനയുടെ ആദ്യ ഗോൾ വരുന്നത് അങ്ങനെയാണ്. ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസിന് ഇൻ ബിഹൈൻഡ് റണ്ണ് നടത്തിയിട്ട് സ്ട്രെച്ച് ചെയ്യാണ്. ആ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ആ ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസിന്റെ മുന്നിലുണ്ടാവുന്ന സ്പേസിലേക്ക് മെസ്സി ലേറ്റ് ആയിട്ടുള്ള റണ്ണ് നടത്തുന്നു. ഇത് അർജന്റീനിയൻ പ്ലേയേഴ്സിന് അറിയാം മെസ്സി അവിടെ ഉണ്ടാവും എന്നുള്ളത്. കാരണം ആ ഒരു ഡമ്മി തന്നെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് അതിനുള്ളത്. അഗ്രസീവ് ആയിട്ടുള്ള ഓസ്ട്രിയനെ നള്ളിഫൈ ചെയ്യാനായിട്ട് എമി മാർട്ടിനസിനെ ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ കാര്യം. രണ്ട് സെന്റർ ബാക്സിനെ വൈഡായിട്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് എമി മാർട്ടിനസ് ഗ്രാജുവലി ബോൾ പ്രോഗ്രസ് ചെയ്യും. അങ്ങനെ ഈ മിഡ്ഫീൽഡേഴ്സിന്റെ ഹെൽപ്പോട് കൂടി ബോൾ പ്രോഗ്രഷൻ നടക്കുമ്പോൾ ഒരു മിഡ് ബ്ലോക്കിലേക്ക് ഓസ്ട്രിയനെ തള്ളി പറഞ്ഞു വിടാനായിട്ട് അർജന്റീനയ്ക്ക് സാധിച്ചിരുന്നു. ഈ പറയുന്ന അഗ്രഷനൊക്കെ കൈയോടെ ഇല്ലാതാക്കാനായിട്ട് അർജന്റീനയ്ക്ക് തുടക്കത്തിൽ തന്നെ അതുകൊണ്ട് സാധിച്ചു. എന്നാൽ കൗണ്ടർ പ്രസിംഗിൽ ഒരുപാട് ബോളുകൾ ഓസ്ട്രേലിയക്ക് വിൻ ചെയ്യാനൊക്കെ സാധിച്ചിരുന്നു കേട്ടോ. ഒരു ത്രെറ്റ് ഉണ്ടാക്കാനായിട്ട് ഈ പറയുന്ന പോലെ നല്ല ഡിഫെൻസീവ്ലി സോളിഡ് ആയിട്ടുള്ള അർജന്റീനയ്ക്ക് എന്നാൽ ഓസ്ട്രേലിയ സാധിച്ചില്ല. ഒരു 5-4-1 അല്ലെങ്കിൽ 4-4-2 എന്നുള്ള ഷേപ്പിലേക്കൊക്കെ ഹൈബ്രിഡ് ആയിട്ട് മാറിക്കൊണ്ട് അർജന്റീന ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതിലെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് അർജന്റീനയുടെ വർക്ക് റേറ്റ് തന്നെയാണ്. പല സാഹചര്യങ്ങളിലും നമുക്ക് പ്ലേയേഴ്സ് ഡബിൾ അപ്പ് ചെയ്യുന്ന കണ്ടു. വൈഡർ ചാനൽസിലേക്ക് പോകുമ്പോൾ വൈഡർ ചാനൽസിൽ ഓസ്ട്രേലിയക്ക് ത്രെറ്റ് കുറവായിരുന്നു. കാരണം സാബിറ്റ്സയറൊക്കെ സെൻട്രൽ ചാനൽസിൽ എക്സൽ ചെയ്യുന്ന പ്ലേയേഴ്സാണ്. അവരെ കൊണ്ടൊക്കെ ഈ പറയുന്ന വൈഡർ ചാനൽസിലേക്ക് ഡിപ്ലോയ് ചെയ്തപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ത്രെറ്റുകളൊക്കെ വളരെ കുറഞ്ഞ രീതിക്ക് ഓസ്ട്രേലിയക്ക് ഇന്നലെ മാറി. പക്ഷെ എന്നിരുന്നാലും സെൻട്രൽ ചാനൽസിൽ വളരെ അഗ്രസീവ്നെസ് എന്ന് പറയുന്നത് കമ്മിറ്റ് ചെയ്യുന്നതല്ല. തങ്ങളുടേതായ സോണുകളിലേക്ക് പാസസ് വരുമ്പോൾ ഉടൻ തന്നെ അത് ഇന്റർസെപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അഗ്രസീവായിട്ട് ക്ലോസ് ഡൗൺ ചെയ്യാനായിട്ടും അർജന്റീന ഡിഫൻസീവ് യൂണിറ്റിന് ഇന്നലെ സാധിച്ചിരുന്നു. ഓസ്ട്രിയ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ നോക്കിയിരുന്നത് ഒരു 3-5 എന്നുള്ള ഫോർമേഷനിലേക്കൊക്കെ പോയിട്ടായിരുന്നു അറ്റാക്കിംഗ് തേർഡ്. ലെയ്മർ ഇന്നലെ വളരെ ഇമ്പോർട്ടന്റ് റോള് ഓസ്ട്രിയയ്ക്ക് വേണ്ടി വഹിച്ചിരുന്നു. ഒരു ലെഫ്റ്റ് ബാക്ക് ആയിട്ടാണ് പേപ്പറിൽ ലിസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ഹാഫ് സ്പേസസ് ഒക്കെ അറ്റാക്ക് ചെയ്യാനായിട്ട് ലെയ്മർ പലപ്പോഴും ആ ഒരു 3-5 എന്നുള്ള ഷേപ്പിൽ നിന്നിട്ട് പോയിരുന്നു. ഇനി മെസ്സി എത്രത്തോളം അർജന്റീനയ്ക്ക് ടാക്ടിക്കലി ഇമ്പോർട്ടൻ്റ് ആവും എന്നുള്ള കാര്യത്തിലേക്ക് വരാം. വെറുതെ ഒരു ഉണ്ടായ ചരിത്രം കൊണ്ടോ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നുള്ള പേര് കൊണ്ടോ മാത്രം ആ ടീമിൽ ഉൾപ്പെടുന്ന ഒരു പ്ലെയർ അല്ല മെസ്സി. മെസ്സി എന്ന പ്രൊഫൈലിനെ കറക്റ്റായിട്ട് അർജന്റീനയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. ഒരാഴ്ചത്തെ പ്രിപ്പറേഷനാണ് ഓസ്ട്രിയയുടെ കോച്ച് റാഗ്നിക്ക് വേണ്ടി വന്നു എന്ന് പറഞ്ഞത് മെസ്സിയെ പൂട്ടാനായിട്ട്. അതുകൊണ്ടൊന്നും സാധിച്ചിരുന്നൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ഇത് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഡേവിഡ് അലബ മെസ്സിയെ ടൈറ്റായിട്ട് മാർക്ക് ചെയ്യുന്നത് അവരുടെ ഒരു ഡിഫെൻസീവ് കോർ പ്രിൻസിപ്പിളായിരുന്നു. ഒരു 4-4-2 ഓസ്ട്രേലിയക്കെതിരെ അർജന്റീനയ്ക്ക് ഇത് പല കാര്യങ്ങളും നേടിക്കൊടുക്കാനായിട്ട് സഹായിച്ചു. കാരണം മെസ്സിയെ ടൈറ്റായിട്ട് മാർക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ മെസ്സി ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് റിസീവ് ചെയ്തിട്ട് ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസിനെതിരെ റൺ ചെയ്യും. എന്നിട്ട് ഈ അൽജീരിയക്കെതിരെയൊക്കെ സ്കോർ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഗോളൊക്കെ പോലെ അവിടെ നിന്ന് ഷോട്ട് എടുത്തിട്ട് മെസ്സിക്ക് ഗോളുകൾ സ്കോർ ചെയ്യാൻ പറ്റും. സോ ഓസ്ട്രിയ എന്താ ചെയ്യുന്നത്? അലബ ഒട്ടുമിക്ക സിറ്റുവേഷൻസിലും മെസ്സിയെ ടൈറ്റായിട്ട് മാർക്ക് ചെയ്യുന്നു. ഈവൻ അർജന്റീന ഒരു 3-1-6 അല്ലെങ്കിൽ 3-5 എന്നുള്ള ഒരു ഹൈബ്രിഡ് ഷേപ്പിലേക്കാണ് അറ്റാക്കിംഗ് തേർഡിലേക്ക് പോരുന്നത്. ആ ഒരു ഷേപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം സെൻട്രൽ
ടോട്ടൽ ഓവർലോഡ്സ് അർജന്റീന ഒരുപാട് ഉണ്ടാക്കിയിരുന്നു. ഇതെന്തിനാ ഉണ്ടാക്കുന്നത്? മെസ്സിയെ ടൈറ്റായിട്ട് ഫോളോ ചെയ്ത് അലബ വന്നു കഴിഞ്ഞാൽ ആ ബാക്ക് ഫോർ പൊട്ടും. ആ ഒരു ബാക്ക് ഫോർ പൊട്ടുന്നതിനോടൊപ്പം തന്നെ അർജന്റീനയ്ക്ക് ഇൻ ബിഹൈൻഡോ അല്ലെങ്കിൽ ആ ബാക്ക് ലൈനിനെ മാൻ ടു മാൻ രീതിക്ക് പ്ലേയേഴ്സിനെ കമ്മിറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മെസ്സി അവിടെ സ്പേസസ് ക്രിയേറ്റ് ചെയ്യും. അത്രയും ടൈറ്റ് സ്പേസസിൽ എക്സൽ ചെയ്യുന്ന ഒരു പ്രൊഫൈലാണ് മെസ്സി എന്ന് പറയുന്നത്. നിങ്ങൾ 2, 3, 4 പേര് ചുറ്റുമിട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടും മെസ്സി ക്രിയേറ്റ് ചെയ്യും. സോ മെസ്സി ഡ്രോപ്പ് ചെയ്ത് വന്നാലും അർജന്റീനയ്ക്ക് റണ്ണേഴ്സ് ഉണ്ട്. ആ ഒരു പാറ്റേൺ ഒക്കെ പലതവണ അർജന്റീന ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ ഇത് മെസ്സിയിൽ നിന്ന് വരണമെന്ന് തന്നെയില്ല. അപ്പ് ബാക്ക് ആൻഡ് ത്രൂ പോയിട്ടോ അല്ലെങ്കിൽ സർക്കുലേഷൻസ് നടന്നിട്ടോ ആയാൽ പോലും ആ ഒരു ബാക്ക് ഫോർ ഡിസ്ട്രപ്റ്റഡ് ആണെങ്കിൽ മാൻ ടു മാൻ അറ്റാക്ക് അർജന്റീനയ്ക്ക് ഇൻ ബിഹൈൻഡ് നടത്താൻ പറ്റുമെങ്കിൽ അർജന്റീന ഡെഡ്ലി ആവുന്ന കാഴ്ച നമുക്ക് കാണാം. ഇങ്ങനെ ഒരു അറ്റാക്കിംഗ് തേർഡിൽ മാത്രമല്ല കേട്ടോ മെസ്സി അർജന്റീനയ്ക്ക് ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ട്രാൻസിഷൻസിൽ അർജന്റീനയ്ക്ക് മെസ്സി ഒരു പില്ലറാണ്. അതായത് നമ്മൾ എത്രത്തോളം അർജന്റീന മെസ്സിക്ക് വേണ്ടി കളിക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഐ തിങ്ക് യു ക്യാൻ ഓൾസോ സേ ദാറ്റ് അർജന്റീന പ്ലേസ് ത്രൂ മെസ്സി എന്നും നമുക്ക് പറയാൻ സാധിക്കും. കാരണം ട്രാൻസിഷൻസ് മെസ്സിയിലൂടെയാണ് പോകുന്നത്. അതിപ്പോൾ മെസ്സി ഐസൊലേറ്റഡ് ആണെങ്കിൽ പോലും അവിടെ നിന്നിട്ട് മെസ്സി ക്രിയേറ്റ് ചെയ്യും. അർജന്റീന സ്കോർ ചെയ്തിട്ടുള്ള സെക്കൻഡ് ഗോൾ, അതായത് ലാസ്റ്റ് മിനിറ്റിൽ നേടിയ ഗോളിൽ ആ ഒരു ഫസ്റ്റ് ടച്ച് മോശമായിട്ടുള്ളത് കൊണ്ടാണ് അവിടെ വീണ്ടും ആ ഒരു റീബൗണ്ടും കാര്യങ്ങളും വന്നത് മെസ്സി അവിടേക്ക് എത്തുന്നതും. പക്ഷെ അതിന് മുന്നേ മെസ്സി കൊടുത്തൊരു കില്ലർ പാസ് ഉണ്ട്. ആ ഒരു പാസ് ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു മെസ്സിയുടെ അസിസ്റ്റ് ആയിട്ട് മാറിയനെ. സോ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ജിക്സോ പസിൽ കംപ്ലീറ്റ് ആവുന്നത് എല്ലാ പ്രൊഫൈൽസും കൂടി വരുമ്പോഴാണ്. അതിൽ മുഖ്യധാര മെസ്സിയാണെന്നുള്ളത് നമുക്ക് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ എത്രത്തോളം മെസ്സി ഈ ടീമിന് ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അർജന്റീനയ്ക്ക് ഈ ബാക്കി 10 പ്ലേയേഴ്സും എന്നുള്ളത്. അങ്ങനെ 2 മത്സരത്തിൽ നിന്നിട്ട് 5 ഗോളായിട്ട് മെസ്സി മിന്നിത്തിളങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. ഇനി വരുന്ന ഗെയിമുകളിലും നമുക്ക് മെസ്സിയെ ഇതേ ഫോമിൽ തന്നെ പ്രതീക്ഷിക്കാം. ഗോളുകൾ സ്കോർ ചെയ്യട്ടെ, അർജന്റീനയൊക്കെ മുന്നോട്ട് തന്നെ വരട്ടെ. ഒരുപാട് നല്ല ടീമുകളെ നമുക്ക് കാണേണ്ടതുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി ഞാൻ വീണ്ടും പറയുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അർജന്റീനയെ സംബന്ധിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് മാച്ചിൽ കാണുന്ന പാറ്റേൺസ്, അനാലിസിസ്, വിഷൻ എല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുക. നമുക്ക് ഗെയിം ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറേണ്ടതുണ്ട്. ഗെയിം നോളജ് അങ്ങനെയും പരസ്പരം ചർച്ച ചെയ്യാൻ പറ്റി ആരോഗ്യകരമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ ഏറ്റവും നല്ല കാര്യങ്ങളാണ്. ഒരു ഫുട്ബോളിംഗ് നോളജ് കൂട്ടുക എന്നുള്ളതും ആ ഒരു കമ്മ്യൂണിറ്റി വളർത്തുക എന്നുള്ളതും. എന്തായാലും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബൈ.